ഈ കിരീടം നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീം ഫ്രാൻസിന്. ആ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ എംബാപ്പ കളത്തിലൂടെ ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടത്തുക. അവിടെ ഉസ്മാൻ ഡംബാലെ എല്ലാവരും അവിടെ ഏറ്റവും വലിയ കളിക്കാരെ കളി ഉണ്ടാക്കിയ ഒലീസ പോലും. അപ്പൊ ആ ടീമിന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൂട്ടണമെങ്കിൽ സ്പെയിൻ ചില്ലറക്കാരല്ല കേട്ടോ. ലൂയിസ് ഡെഫോണ്ട എന്ന് പറഞ്ഞ കോച്ച് വല്ലാത്ത കോച്ചാ. കാരണം ഈ ഫ്രാൻസ് കളത്തില്ല, പന്ത് തൊട്ടില്ല, വല്ലാത്ത പ്ലാനിങ് ഓഫ് സ്പെയിന്റെ പ്ലാനിങ് അത് സംഭവിച്ചേ പറ്റും. ആ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ 2010 ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്ക ആദ്യം വെച്ച ലോകകപ്പ് ആ കിരീടം ഉള്ളു. സ്പെയിൻ ആ 2010 ആ കിരീടം മാത്രമേ പിന്നെ സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിനെ ഇല്ലാതാക്കി ആത്മവിശ്വാസം ഉണ്ടോ? ലൂയിസ് ടെലഫോണ്ട ഉണ്ട്, അപ്പോൾ ഉനൈസൻ സോമൻ ഗോൾ കീപ്പർ പോകും, അവിടെ പിന്നെ ഫോമിലാണ്. ഡാനി വിവനുണ്ട്, റോബിലോ നോർബറ്റ് ഉണ്ട്, അവിടെ കുക്കുള്ളയുണ്ട്, പെട്രോ പോറോ, അവിടെ മാർട്ടിൻ സുബിമെന്റി, പിന്നെ അവിടെ മിക്കമേരുടെ ഫജിയ റൂയിസ്, ഗാവി, പെട്രോപടി, ജമാലി പക്ഷെ വില്യംസ് ഫോമല്ല, എന്നാലും ഇറങ്ങുമെന്നറിയില്ല. അപ്പൊ ഓലി സ്പെയിൻ ഒരിക്കലും ഡിഫൻസ് നിൽക്കുന്ന ടീമല്ല. ഡിഫൻസ് ഫുള്ള് ഡിക്കി ഡാക്കിയാല് കുറെ പാസ്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തരായി ബ്രിട്ടൻ, ഇംഗ്ലണ്ട് ഓലെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസം അർജന്റീനക്ക് ഉണ്ട്. അപ്പൊ ബ്രിട്ടൻ നല്ല ഫോമിൽ ഇങ്ങനെ, കാരണം ഈ സ്കലോണി അവസാന നിമിഷത്തെ ഒരു 70 മിനിറ്റ് സ്പെയിന് അർജന്റീന ഒരു ഡിഫൻസ് താങ്ങാൻ പറ്റില്ല, അജാതി ഫോമിലാണ്. അപ്പൊ സ്പെയിൻ ഗോൾ അടിച്ചാലും പതറാതെ അർജന്റീന തിരിച്ചടിക്കുന്ന വിശ്വാസം. പിന്നെ ഈ ലയണൽ സ്കലോണിന്റെ അവസാന സബ്സ്റ്റിറ്റ്യൂട്ടർ ഉണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ടർ ആളൊക്കെ ആ ഡീപോൾ വന്ന്, അതേമാതിരി ഓട്ടോമെന്റി വന്ന്, അതുപോലെ പിന്നെ നിക്കോളാസ് ഗോൺസാലസ് വന്ന്, ലൗതാറോ മാർട്ടിനസ് വന്ന്, അടിപൊളി മാറ്റങ്ങളാണ് അതിനാണ് പിടിച്ചു കെട്ടി. പിന്നെ മെസ്സി 48-ാം മിനിറ്റിൽ കിക്ക് കൊടുത്ത് എന്താണ് ലൗതാറോ മാർട്ടിനസ് തലമ്മനായിട്ട് കൊടുത്തത് എന്താണ്. അപ്പൊ മെസ്സിനെ ഒരു മാർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്പെയിൻ കീഴടങ്ങേണ്ടി വരും. സ്പെയിനെ അപ്പൊ യമാല് നല്ല കളിക്കാരൻ സമ്മതിച്ച്, മെസ്സി ഓന് എന്തോ പിന്നെ കുളിപ്പിച്ചിറങ്ങും കളി. കാരണം ബാഴ്സലോണ കളിക്കുമ്പോ യമാല് കുട്ടീനി ഓന്റെ അടുത്ത് പോയി കുളിപ്പിച്ചൊക്കെ പറഞ്ഞിട്ട് അത്ര അച്ഛനായിട്ട് തന്നെ യമാല് കാണാൻ ഇവര് കറക്റ്റ് കളിയല്ലേ. അപ്പൊ യമാല് ഒരു പൂട്ടാൻ സാധ്യത ഉണ്ട് അർജന്റീന ഭയങ്കര പിന്നെ നല്ല പ്രഷർ ചെയ്ത് കളിക്കുന്ന ടീമാണ്. നമ്മൾ ഇംഗ്ലണ്ടിന്റെ സിമിയോണി മകൻ സിമിയോണി. അപ്പോ ഈ യൂറോപ്യൻ രാജ്യം പിന്നെ അവിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമുള്ള മെസ്സിക്ക് ഒരു 4ാം കിരീടം നേടിക്കൊടുക്കാൻ അർജന്റീന 100% ശ്രമിക്കും. ഉറപ്പാണ് ഒരു കിരീടം, ഇനിയൊരു അവസരം കിട്ടാവില്ല. കിരീടം നേടിയിട്ട് 4ാം കിരീടം നേടിക്കൊടുക്കാൻ സ്പെയിനും 2010 കിരീടം നേടാൻ ഒരു ശ്രമിക്കും. അപ്പൊ എക്സ്ട്രാ ടൈമിൽ തള്ളിക്കളയുണ്ട്, അജാതി കളിയായിരിക്കും. യൂറോപ്യൻ രാജ്യവും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രവും തമ്മിലുള്ള പോരാട്ടമാണ് എന്റെ അഭിപ്രായത്തിൽ. ഇനിയൊരു കടമ്പ, അന്നത്തെ കടമ്പ കടന്നാൽ മതി അർജന്റീന. അതുകൊണ്ട് ഫൈനലിൽ പതറൂല പിന്നെ ഫ്രാൻസിനെതിരെ കിട്ടില്ല പോരാട്ടല്ലേ കഴിഞ്ഞ വേൾഡ് കപ്പിലെടുത്ത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സ്പെയിൻ ചിലാറക്കാരല്ല, സ്പെയിൻ മോശം ഞാൻ പറയല്ല, സ്പെയിൻ ശക്തരാണ്, അത് എഴുതി തള്ളാൻ പറ്റൂല. തിരിച്ചാണെങ്കിൽ സ്പെയിൻ അത്ഭുതപ്പെടേണ്ട, സ്പെയിൻ ശക്തരാണ്. എന്നാലും അർജന്റീന 4ാം കിരീടത്തിന് വേണ്ടി മെസ്സിക്ക് ജീവൻ പോലും ത്യജിച്ചൊരു നേടുമെന്നാണ് എന്റെ വിശ്വാസം.